സോഷ്യൽ ഇൻട്രാക്ഷനിസ്റ്റ് തിയറീസ്. നമ്മൾ തിയറീസ് ഓഫ് ലാംഗ്വേജിൽ 2 എണ്ണമാണുള്ളത്. ഏതൊക്കെയാണ്? നേറ്റിവിസ്റ്റിക്കും പിന്നെന്തായിരുന്നു? ഞാൻ മറന്നുപോയല്ലോ പിള്ളേരെ. നേറ്റിവിസ്റ്റിക്കും ഇൻട്രാക്ഷനിസ്റ്റും. നേറ്റിവിസ്റ്റ് തിയറി നമ്മൾ പറഞ്ഞു. ഇൻട്രാക്ഷനിസ്റ്റിൽ 2 എണ്ണമാണ്: ഇൻഫർമേഷൻ പ്രോസസ്സിങ്ങും സോഷ്യൽ ഇൻട്രാക്ഷനും. അപ്പോൾ സോഷ്യൽ ഇൻട്രാക്ഷൻ ആ പേര് പറയുമ്പോൾ തന്നെ അറിയാം, നമുക്കുള്ള കഴിവ്, നമുക്കുള്ള കഴിവിൻ്റെ കൂട്ടത്തിൽ, അതായത് അല്ലെങ്കിൽ നമ്മുടെ ആഗ്രഹം നന്നായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം എന്നുള്ള ആഗ്രഹത്തിൻ്റെ കൂട്ടത്തിൽ നമുക്കൊരു നല്ല ലാംഗ്വേജ് എക്സ്പോഷറും കൂടെ കിട്ടുവാണെങ്കിൽ നമ്മുടെ ലാംഗ്വേജ് കുറച്ചും കൂടെ നല്ലതാകും. മിസ് അതിന് പറ്റുവാണെങ്കിൽ എനിക്കൊരു കുട്ടിയുടെ വീഡിയോ ഞാൻ കാണിച്ചു തരാം. പക്ഷെ അത് എങ്ങനെ കാണിക്കുമെന്ന് എനിക്കറിയത്തില്ല. ഞാൻ ഗ്രൂപ്പിൽ ഇട്ടാലും നിങ്ങൾ ശ്രദ്ധിക്കത്തില്ല. അതുകൊണ്ട് എനിക്കൊരു കസിനുണ്ട്. ആ കൊച്ചിൻ്റെ ഇംഗ്ലീഷ് കേട്ടാൽ നമ്മുടെ വെസ്റ്റേൺ കൺട്രീസിലെ അമേരിക്കയിലുള്ളൊരു കൊച്ചിൻ്റെ ആക്സൻ്റാണ് വരുന്നത്. അപ്പോൾ അത് കാണുമ്പോൾ നമുക്കറിയാം, അതായത് എൻ്റെ മകൻ്റെ പ്രായമുള്ള കൊച്ചാണ്. എൻ്റെ മകൻ ഇംഗ്ലീഷ് പറയാൻ വളരെ കഷ്ടപ്പെടുമ്പോഴാണ് ആ കുട്ടി, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഗ്രീൻ, റെഡ് എന്നൊക്കെയാണ് ആ കൊച്ചിൻ്റെ ലാംഗ്വേജ് വരുന്നത്. അപ്പോൾ നമ്മൾ ശരിക്കും ഈ കാർട്ടൂണിലൊക്കെ കാണുന്ന ലാംഗ്വേജാണ് വരുന്നത്. അപ്പോൾ ആ കൊച്ച് എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നതെന്ന് ചോദിച്ചാൽ അതിൻ്റെ അമ്മയ്ക്ക് നല്ല ലാംഗ്വേജ് ഉണ്ട്. അപ്പം ഈ അമ്മ എന്നും കൊച്ചിന് വായിച്ചു കൊടുക്കും ബുക്ക്. ഇതുപോലെ ഇംഗ്ലീഷ് അമ്മ നല്ല പ്രൊനൗൺസിയേഷനിൽ വായിച്ചു കൊടുക്കും. പ്ലസ് ഈ കൊച്ച് കാണുന്ന കാർട്ടൂൺ മുഴുവൻ ഇംഗ്ലീഷ് കാർട്ടൂണാണ്. അതുകൊണ്ട് കുഞ്ഞിന് മലയാളം പറയാൻ അറിയത്തില്ല. പക്ഷെ അത് ആൻറ്റി വാട്ട് ഈസ് ദിസ് എന്തായിരുന്നു കൊച്ച് എൻ്റെ അടുത്ത് ഇങ്ങനെ ഇംഗ്ലീഷ്, ഞാൻ അതിൻ്റെ ഒരു വീഡിയോ എടുത്തിട്ടുണ്ട് എൻ്റെ മകനെ കാണിക്കാൻ വേണ്ടി. ഇങ്ങനെയും പിള്ളേരുണ്ട് സെയിം എൻ്റെ കുഞ്ഞിൻ്റെ അതേ പ്രായം. സോ മിസ് പറയാൻ ഉദ്ദേശിച്ചതാണ് കഴിവ്. അപ്പോൾ ആ കുട്ടിക്ക് ഇന്നേറ്റ് ആയിട്ടുള്ളൊരു കഴിവ് ഉറപ്പായിട്ടും കാണും അതിൻ്റെ പേരൻസിൻ്റെ. പ്ലസ് അതിന് കിട്ടുന്ന റിച്ച് എക്സ്പീരിയൻസ്, എൻവയോൺമെൻറ്റിൽ നിന്ന് കിട്ടുന്ന എക്സ്പീരിയൻസും കൂടെ കൂട്ടുമ്പോഴായിരിക്കും അവർക്കൊരു ഹയർ ലാംഗ്വേജ് അക്വിസിഷൻ എബിലിറ്റി കിട്ടുന്നത്. അപ്പം അതുപോലെ തന്നെ ആക്റ്റീവ് ചൈൽഡ്. അപ്പം നമ്മളെപ്പോഴും പറയും, ഇങ്ങനെ സംസാരിക്കുന്ന ഒരു കൊച്ച്, ഇപ്പം മിണ്ടാതിരിക്കുന്ന കൊച്ചിനേക്കാളും പാസീവായിട്ടിരിക്കുന്ന കൊച്ചിനേക്കാളും എപ്പോഴും ആക്റ്റീവായിട്ടുള്ള വർത്താനം പറയുന്ന അല്ലെങ്കിൽ റിയാക്ട് ചെയ്യുന്ന പിള്ളേർക്ക് കൂടുതൽ എക്സ്പീരിയൻസസ് കിട്ടും. അപ്പോൾ പിന്നെയും അവരോടിപ്പം ഒരാളൊരു ചോദ്യം ചോദിക്കുന്നു, അപ്പോൾ റെസ്പോണ്ട് ചെയ്യുന്ന കൊച്ചാകുമ്പോൾ എന്ത് ചെയ്യും, അവർ അടുത്ത ക്വസ്റ്റ്യൻ ചോദിക്കും. മനസ്സിലായോ? അതേസമയം അത് അവോയ്ഡ് ചെയ്യുന്ന കൊച്ചിനോട് പിന്നെ ആരും ചോദിക്കില്ല. അതാണ് ഇവിടെ പറയുന്നത്. ആൻ ആക്റ്റീവ് ചൈൽഡ് വെൽ എൻഡോഡ് ഫോർ മേക്കിംഗ് സെൻസ് ഓഫ് ലാംഗ്വേജ് സ്ട്രൈവ്സ് ടു കമ്മ്യൂണിക്കേറ്റ്. ഇൻ ഡൂയിങ് സോ അങ്ങനെ വരുമ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ അവർക്ക് പിന്നെയും നല്ല എക്സ്പീരിയൻസസ് കിട്ടും. ഇപ്പോൾ മാണിയുടെ അടുത്തുണ്ടല്ലോ, ആരെങ്കിലും ഇംഗ്ലീഷ് ചോദിച്ചാൽ മാണി ഉടനെ അവിടുന്ന് സ്കൂട്ടാവും. കാരണം എന്താണ്? ഇംഗ്ലീഷ് മനസ്സിലാവാത്തത് കൊണ്ട്. അതുകൊണ്ട് തന്നെ വേറെ ഇംഗ്ലീഷ് ആരും അവരോട് ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ആരെങ്കിലും ഇപ്പോൾ വാട്ട്സ് യുവർ നെയിം എന്ന് മാനിയോട് ചോദിച്ചാണ്ടല്ലോ, മാനിക്ക് മൈ നെയിം ഈസ് എന്ന് പറയാൻ ആ കൊച്ചിനെ അറിയത്തില്ല. അതുകൊണ്ട് തന്നെ അവൻ്റെ അടുത്ത് ഇംഗ്ലീഷിൽ ആര് സംസാരിച്ചാലും കൊച്ചതിനെ അവോയ്ഡ് ചെയ്യും. അങ്ങനെ വരുമ്പോൾ അവൻ്റെ അടുത്ത് ആരും സംസാരിക്കാതെ ഇരിക്കും. അവൻ അത്ര എക്സ്പീരിയൻസസ് കുറയും. ഇതെനിക്ക് തിയറി അറിയാം, പക്ഷെ അവൻ പഠിക്കുന്നില്ലല്ലോ, അതുകൊണ്ട് എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ, അപ്പം ഇതാണ് സോഷ്യൽ ഇൻട്രാക്ഷനിസ്റ്റ് പറയുന്നത്. നമ്മുടെ ഇനേറ്റ് ആയിട്ടുള്ള എബിലിറ്റിയുടെ കൂട്ടത്തിൽ റിച്ച് എക്സ്പീരിയൻസും കൂടെ കിട്ടുമ്പം, ഇപ്പം നിങ്ങളുടെ അടുത്ത് എനിക്ക് പറയുന്നത് ഇംഗ്ലീഷ് മാത്രമല്ല, നമ്മൾ പിള്ളേരോട് സംസാരിക്കുമ്പോഴാണ് അവർ ഭാഷ പഠിക്കുന്നത്. അവരുടെ അടുത്ത് നമ്മൾ വാക്കുകൾ പറഞ്ഞ് അവരോട് ഒത്തിരി നമ്മൾ സംസാരിക്കണം, കഥകൾ വായിച്ചു കൊടുത്തൊക്കെ. അപ്പോൾ കുട്ടികൾക്ക് ലാംഗ്വേജ് കിട്ടും. പക്ഷേ അതിൽ തന്നെ എമംഗ് സോഷ്യൽ ഇൻട്രാക്ഷനിസ്റ്റ് ഡിസഗ്രിമെൻറ്റ് കണ്ടിന്യൂസ് ഓവർ വെദർ ചൈൽഡ് മേക്ക് സെൻസ് ഓഫ് ദ കോംപ്ലെക്സ് ലാംഗ്വേജ്. അപ്പം ഇതിൽ തന്നെ ഇൻട്രാക്ഷനിസ്റ്റ് ഒരു കൂട്ടം ആൾക്കാർ എപ്പോഴും എന്തിനേയും ക്രിറ്റിസൈസ് ചെയ്യാൻ കാണുമല്ലോ. അവരിൽ തന്നെ ഒരാൾ പറയുന്നത് കോഗ്നിറ്റീവ് കപ്പാസിറ്റി ആണോ നമുക്ക്, ഓർ കപ്പാസിറ്റി സ്പെഷ്യലി ട്യൂൺഡ് ഫോർ ലാംഗ്വേജ്. അപ്പം അത് പറയുന്നത് നമുക്കിങ്ങനെ ലാംഗ്വേജ് പഠിക്കാൻ ഓൾറെഡി ഉള്ള കോഗ്നിറ്റീവ് കപ്പാസിറ്റി ആണോ നമ്മൾ ഉപയോഗിക്കുന്നത്, അതെയോ ലാംഗ്വേജ് പഠിക്കാൻ വേണ്ടി തന്നെ നമുക്ക് സ്പെഷ്യൽ കപ്പാസിറ്റി ഉണ്ടോ എന്നുള്ളതാണ് അവരുടെ ഒരു കൺഫ്യൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ വാട്ട് ഈസ് സോഷ്യൽ ഇൻട്രാക്ഷൻസ് എന്ന് മാത്രം ഓർക്കുക. അപ്പോൾ ഇതിനെ സമ്മറൈസ് ചെയ്ത് നമുക്ക് പറയാം. ചിൽഡ്രൻസ് സോഷ്യൽ കോമ്പീറ്റൻസ് ആൻഡ് ലാംഗ്വേജ് എക്സ്പീരിയൻസ് ഗ്രേറ്റ്ലി അഫക്റ്റ് ലാംഗ്വേജ് ഡെവലപ്മെൻറ്റ്. ഇതെല്ലാം പഠിക്കുന്ന എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മൾ ഒരു സൈക്കോളജിസ്റ്റ് ആകുമ്പോഴും ഒരു പേരൻ്റ് ആകുമ്പോഴും അല്ലെങ്കിൽ ഒരു ടീച്ചർ ആകുമ്പോഴും ഒക്കെ നമ്മളിത് ഓർത്തിരിക്കുക. കൊച്ചിൻ്റെ ലാംഗ്വേജ് ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത് സോഷ്യൽ കോമ്പീറ്റൻസീസും അതുപോലെ, അതായത് ആ കൊച്ചിൻ്റെ സോഷ്യൽ സ്കിൽസ് ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, ആ കൊച്ചത് വില്ലിങ് ആണെങ്കിൽ നമ്മൾ അതിൻ്റെ അടുത്ത് പിന്നെയും വിശേഷം ചോദിക്കും. ഇപ്പോൾ മറ്റേ കുട്ടി, എൻ്റെ ആ കസിൻ്റെ കുട്ടിയുടെ അടുത്ത് ഞാൻ പോയിരുന്നിട്ട് ഓക്കെ ലെറ്റ് മീ ആസ്ക് യു എന്ന് പറഞ്ഞാൽ ഓരോ ക്വസ്റ്റ്യൻ അതിനോട് ചോദിക്കുമ്പോഴും അത് ഉത്തരം പറയാൻ റെഡിയാവും. അപ്പോൾ ഞാൻ പിന്നെയും അതിനോട് ചോദിക്കും. വേറെസ് മാണിയുടെ അടുത്താണെങ്കിൽ ചോദിക്കുന്നതേ അവൻ സ്കൂട്ടാവും, അവൻ മുങ്ങും. ബിക്കോസ് അവൻ ആ സ്കിൽസ് ഇല്ലാത്തതുകൊണ്ട്. അപ്പം
കോമ്പിറ്റൻസി ഇല്ലാത്തതുകൊണ്ട്. അപ്പോൾ സോഷ്യൽ കോമ്പിറ്റൻസിയും ലാംഗ്വേജ് എക്സ്പീരിയൻസും കൂടെ കൂടുമ്പോഴാണ് നമുക്ക് ലാംഗ്വേജ് ഡെവലപ്മെൻറ്റ് ഉണ്ടാകുന്നത്. ഇൻ റിയാലിറ്റി നേറ്റീവ് എൻവയോൺമെൻറ്റ്, കോഗ്നിറ്റീവ് പ്രോസസ്സിംഗ് സ്ട്രാറ്റജി, സോഷ്യൽ എക്സ്പീരിയൻസ് ഇതെല്ലാമാണ് എന്തിലേക്ക് നയിക്കുന്നത്? ലാംഗ്വേജ് ഡെവലപ്മെൻറ്റിലേക്ക് നയിക്കുന്നത്. അതായത് ഹെറിഡിറ്ററി, ഒരു കുട്ടിയുടെ കോഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റ്, ആ കൊച്ചിന് കൊടുക്കുന്ന അനുഭവം, സോഷ്യൽ എക്സ്പീരിയൻസ്. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് തിയറീസ്. ഒരു എസ്സേ ക്വസ്റ്റ്യനുമാണ്, 5 മാർക്കിനും ചോദിക്കാം. സിമ്പിളാണ്, നിങ്ങളൊന്ന് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകാവുന്നേ ഉള്ളൂ. കുറേ ഉണ്ടെന്ന് തോന്നിയാലും ഈ മെയിൻ പോയിൻറ്റ്സ് ഇത്രയേ ഉള്ളൂ. മിസ്സ് പറയുന്ന പോയിൻറ്റ്സ് നിങ്ങളൊന്ന് സമ്മറൈസ് ചെയ്തൊന്ന് എഴുതിയിട്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇത്രയ്ക്ക് ഉള്ളൂ എന്ന് മനസ്സിലാവും. ഇനിയുള്ളതാണ് നമ്മുടെ അടുത്ത നെക്സ്റ്റ്. എല്ലാം ഓരോ ഓരോ 5 മാർക്സ് അല്ലെങ്കിൽ എസ്സേ ക്വസ്റ്റ്യനായിട്ട് വരാൻ ചാൻസ് ഉള്ളതാട്ടോ. നെക്സ്റ്റ് ഈസ് പ്രീ ലിംഗ്വിസ്റ്റിക് ഡെവലപ്മെൻറ്റ്. പ്രീ ലിംഗ്വിസ്റ്റിക് ഡെവലപ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? പ്രീ എന്ന് പറയുമ്പോൾ എപ്പോഴും മുന്നേ, ബാക്ക് എന്ന് വെച്ചാൽ അതിന് മുന്നേ. ഇപ്പോൾ പ്രോപ്പർ ലിംഗ്വിസ്റ്റിക് ഡെവലപ്മെൻറ്റിന് മുൻപുള്ളൊരു സ്റ്റേജാണ് പ്രീ ലിംഗ്വിസ്റ്റിക് ഡെവലപ്മെൻറ്റ്. അതാണ് ഗെറ്റിംഗ് റെഡി ടു ടോക്ക്. ഫ്രം ദ വെരി ബിഗിനിങ് ഇൻഫൻസ് ആർ പ്രിപ്പയർഡ് ടു അക്വയർ ലാംഗ്വേജ്. During the first year, sensitivity to language, cognitive and social skills, environment pay. അപ്പോൾ ഇവിടെ പറയുന്നത് എല്ലാ പിള്ളേർക്കും ലാംഗ്വേജ് പഠിക്കാനുള്ള എന്താ പറയുന്നത്, ആ ഒരു പ്രിപ്പയർഡ്നെസ് അവർ ഇൻഫൻസിയിൽ തൊട്ടേ കാണിക്കുന്നുണ്ട്. അപ്പം അപ്പോൾ ആദ്യമേ തന്നെ 1 വയസ്സുള്ള കുട്ടി തന്നെ ഭാഷ കേൾക്കുമ്പോഴും അതുപോലെ അതിൻ്റെ കോഗ്നിറ്റീവ്, സോഷ്യൽ സ്കിൽസ്, എൻവയോൺമെൻറ്റൽ സപ്പോർട്ട് ഇതെല്ലാം അതിൻ്റെ ഭാഷ, അതായത് എങ്ങനെ അത് ലാംഗ്വേജ് അക്വയർ ചെയ്യുന്നതിനെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടിരിക്കും. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഞാൻ പറഞ്ഞില്ലേ, ഒരു കുഞ്ഞിൻ്റെ അടുത്ത് നമ്മൾ എങ്ങനെയാണോ സംസാരിക്കുന്നത്, കൊച്ചുങ്ങളോട് നമ്മൾ മിണ്ടാതിരിക്കുകയല്ല, എപ്പോഴും ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുകയല്ല വേണ്ട. അവരോട് നമ്മൾ ഇങ്ങനെ എന്നാപ്പാ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ആൾക്കാരിങ്ങനെ കളിപ്പിക്കാറില്ലേ, അതെന്തിനു വേണ്ടിയിട്ടാണ്? ആ കളിപ്പിക്കുന്നത് പോലും ലാംഗ്വേജ് പ്രോപ്പറായിട്ട് പറഞ്ഞ് നമ്മൾ കളിപ്പിക്കണം. അപ്പോൾ അവർ ഈ ഭാഷ കേട്ടുകൊണ്ടിരിക്കും, അവർ പഠിക്കും ഒരു ഭാഷ. അതാണ് ഈവൻ ഇൻഫൻസി സ്റ്റേജ് തൊട്ട് പിള്ളേർക്ക് അതിനോടൊരു എന്താ പറയുന്നത്, they have that ability to acquire language by all these എന്താ പറയുന്ന ആക്ടിവിറ്റീസ്. അതാണ് ഗെറ്റിംഗ് റെഡി ടു ടോക്ക്. ഇതിനെ ബേസ് ചെയ്തിട്ടാണ് അവർ, ഇപ്പം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, ചില പിള്ളേർ അമ്മ എന്നാദ്യം പറയും, ചില പിള്ളേർ അപ്പ എന്നാദ്യം പറയും. അത് ചോദിച്ചാൽ അതൊന്ന് അന്വേഷിച്ചാൽ അറിയാം നമുക്ക്. കാരണം ഈ കൊച്ചു പോയിട്ടുണ്ടല്ലോ, അപ്പ എന്ന് പറഞ്ഞ് പഠിപ്പിക്കുന്ന കൊച്ചിൻ്റെ അടുത്ത് ആദ്യം കൊച്ചു അപ്പ എന്നേ പറയത്തുള്ളൂ. അല്ലാണ്ട് അപ്പനോട് കൂടുതൽ സ്നേഹമുള്ളത് കൊണ്ട്, അമ്മയോട് കൂടുതൽ സ്നേഹമുള്ളത് കൊണ്ടല്ല. അമ്മയായിരിക്കും എപ്പോഴും അടുത്തുള്ളത്. എന്നിട്ട് അമ്മ ഇരുന്നിട്ട് അമ്മ എടുക്കട്ടെ, അമ്മ തരട്ടെ, അമ്മ കൊച്ചിനോട് പാടട്ടെ, ഇങ്ങനെ അമ്മ എന്ന് പറയുമ്പോൾ കൊച്ചു ഉറപ്പായിട്ട് എന്താ പഠിക്കുക? അമ്മ എന്നേ പറയത്തുള്ളൂ. അപ്പോൾ അതാണ് അങ്ങനെ കൊച്ചു എന്താണോ കേൾക്കുന്നത്, അപ്പോൾ ഫസ്റ്റ് ഇയറിൽ തന്നെ അവർക്കത് പഠിച്ചെടുക്കാനുള്ള എന്താ പറയുന്നത്, ഒരു ഇനേറ്റ് ടെൻഡൻസീസ് ഉണ്ട്. അടുത്തതാണ് റിസെപ്റ്റിവിറ്റി ടു ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ അതിന് റിയാക്ടിവിറ്റി, അതിനോടൊരു റിസെപ്യൻസും എന്നുവെച്ചാൽ നമ്മൾ സ്വീകരിക്കുന്നതാണ്. അപ്പം ലാംഗ്വേജ് സ്വീകരിക്കാനുള്ളൊരു മനസ്സ്, കേൾക്കുമ്പോൾ നമ്മൾ പറ്റത്തില്ല എന്ന് പറഞ്ഞാൽ തള്ളിക്കളയത്തില്ല. പിള്ളേർ വാക്കുകൾ കേൾക്കുമ്പോൾ ഇങ്ങനെ നോക്കിയിരിക്കും, നിങ്ങൾ കണ്ടിട്ടുണ്ടോ? നമ്മൾ എന്തെങ്കിലും വർത്തമാനമൊക്കെ പറയുമ്പോൾ അവരിങ്ങനെ നമ്മുടെ വായിലേക്ക്, നമ്മുടെ ഡ്രസ്സിലേക്കാണ് മെയിനായിട്ട് നോക്കുന്നത്, പക്ഷേ നമ്മുടെ വായിലേക്ക് പിള്ളേർ നോക്കും. ശ്രദ്ധിച്ചിട്ടുണ്ടോ നിങ്ങൾ? ബിക്കോസ് അവർ ആ ലിപ്പ് മൂവ്മെൻ്റ് ഒക്കെയാണ് ശ്രദ്ധിക്കുന്നത്. So, newborns are especially sensitive to the pitch range of the human and prefer speech. അപ്പം പിള്ളേർ ഒച്ചയിലാണ് നമ്മളിങ്ങനെ ഒരേപോലെ വളരെ മൊണോട്ടോണസ് ആയിട്ട് കൊച്ചിൻ്റെ അടുത്ത്. നിങ്ങൾ അങ്ങനെയാണോ പിള്ളേരോട് സംസാരിക്കുന്നത്? അല്ല, നമ്മളെങ്ങനെയോ ഭയങ്കര നാടകീയമായിട്ടാണ് നമ്മൾ കുട്ടികളോട് എപ്പോഴും സംസാരിക്കുന്നത്, അല്ലേ? ബേബി ഹൗ ആർ യു എന്നൊക്കെ പറഞ്ഞിട്ടാണ് നമ്മൾ സംസാരിക്കുന്നത്. അതെന്താണ്? പിള്ളേർക്ക് ആ ഒരു വോയിസ് മോഡുലേഷൻ, പിച്ച് ഡിഫറൻസ് ഒക്കെയാണ് പിള്ളേരെപ്പോഴും എന്താ പറയുന്നത് ഇഷ്ടപ്പെടുന്നത്. അതുപോലെ തന്നെ അവർക്ക് ഇഷ്ടം അമ്മയുടെ വോയിസാണ്. അപ്പോൾ അതിൻ്റെ ഒരു കാരണം എന്ന് പറയുന്നത് 9 മാസം അമ്മയുടെ വയറ്റിൽ കിടന്നപ്പോൾ ഉറപ്പായിട്ടും അമ്മയുടെ ഒച്ചയായിരിക്കും ഫെമിലറൈസ് ആയത്. അതുകൊണ്ടായിരിക്കാം കൊച്ചിന് അമ്മയുടെ ഒച്ചയോട് ഇച്ചിരി കൂടുതൽ താല്പര്യമെന്നാണ് റിസർച്ചേഴ്സ് പറയുന്നത്. ആൻഡ് ഓൾസോ ന്യൂബോൺസ് മേക്ക് ഫൈൻ ഗ്രെയിൻ ഡിസ്റ്റിങ്ഷൻസ് ബിറ്റ്വീൻ. അതുപോലെ തന്നെ കുറച്ചങ്ങ് വളർന്നു കഴിയുമ്പോൾ തന്നെ പിള്ളേർക്ക് ഈവൻ സിമ്പിൾ ഡിസ്റ്റിങ്ഷൻസ്, അതായത് ഫൈനായിട്ടുള്ള ഡിഫറൻസസ് പോലും, ഹ്യൂമൻ ലാംഗ്വേജിലുള്ള ഡിഫറൻസ് പോലും, അല്ലെ സൗണ്ട്സിലുള്ള ഡിഫറൻസ് പോലും പിള്ളേർക്ക് മനസ്സിലാകുമെന്ന്. ഇപ്പോൾ ഞാൻ പറയും നോ എന്ന് പറയുമ്പോൾ തന്നെ പിള്ളേർക്ക് മനസ്സിലാവും. ഒരു കുഞ്ഞു കൊച്ചിൻ്റെ അടുത്ത് ഫോർ എക്സാമ്പിൾ നിങ്ങൾക്കറിയാം, പിള്ളേർ ഫീഡിങ് ഒക്കെ ചെയ്യുമ്പോൾ പിള്ളേർ ചിലപ്പോൾ കടിക്കുമ്പോഴല്ലോ നമ്മൾ ഔ എന്നൊക്കെ പറഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മൾ കടിക്കില്ലേ എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ ഉണ്ടല്ലോ പിള്ളേരത് റിയാക്ട് ചെയ്യും. അപ്പോൾ ഈവൻ ഇങ്ങനത്തെ നമ്മൾ അല്ലെങ്കിൽ
എന്നൊക്കെയുള്ള ഒച്ചകൾ കേൾക്കുമ്പോൾ പോലും അവർക്കത് റിയാക്ട് ചെയ്യും. അതാണ് ഫൈൻ ഗ്രെയിൻ ഡിസ്റ്റിങ്ഷൻസ് വരെ ഹ്യൂമൻ ലാംഗ്വേജിലെ വരെ അവർക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ബിക്കോസ് ദിസ് സ്കിൽസ് മേ ഹെൽപ്പ് ദം ക്രാക്ക് ദ ഫോണോളജിക്കൽ കോഡ്. അപ്പം ഇങ്ങനെ അമ്മയുടെ ഭാഷയിലെ അല്ലെങ്കിൽ നമ്മൾ പറയുന്ന ഈ ഒരു ബേസിക് ഐഡൻറ്റിഫിക്കേഷനാണ് അവരെ ഫോണോളജിക്കൽ നമ്മളല്ലേ ബേസിക് സൗണ്ട്സ് ഐഡൻറ്റിഫൈ ചെയ്യാൻ അവരെ സഹായിക്കുന്നത്. ഇതൊരു ഇൻട്രൊഡക്ഷൻ മാത്രമാണ്. ഓക്കെ, അടുത്ത ഹെഡിങ് ആണ് ലേണിംഗ് നേറ്റീവ് ലാംഗ്വേജ് സൗണ്ട് കാറ്റഗറീസ് ആൻഡ് പാറ്റേൺസ്. ലേണിംഗ് നേറ്റീവ് അതായത് കുട്ടിയുടെ നമ്മൾ പറയില്ലേ മദർ ടങ്, എങ്ങനെയാണ് അതിൻ്റെ സൗണ്ട് പാറ്റേൺസ് ഒക്കെ പഠിക്കുന്നത്. അപ്പം ഞാൻ നിങ്ങളോട് പറഞ്ഞു എപ്പോഴും നമ്മൾ ആദ്യം പഠിക്കുന്നത് ഫോണിംസ് ആണ്, ബേസിക് സൗണ്ട്സ് ആണ് എല്ലാ കുട്ടികളും ആദ്യം പഠിക്കുന്നത്. പക്ഷേ ഫോണിംസ് എല്ലാ കൾച്ചറിലും ഒരുപോലെയല്ല. Okay, this tendency to perceive as identical a range of sounds that belong to same phonic class is called as categorical speech perception. വലിയ ഇമ്പോർട്ടൻ്റ് ഒന്നുമല്ല, നിങ്ങളിങ്ങനെ ഓർത്താൽ മതി. പിള്ളേരെല്ലാവരും ആദ്യം പഠിക്കുന്നത് എന്താണ്? ഫോണിംസ് ആണ്, ബേസിക് സൗണ്ട്സ് ആണ്. പക്ഷേ എല്ലാ കൾച്ചറിലെയും ഫോണിംസ് ഒരുപോലെ അല്ല നമ്മൾ പറയുന്നത്. റായും ലായും ഒക്കെ ഇംഗ്ലീഷുകാരും ജാപ്പനീസുകാരും ഒക്കെ പറയുന്നത് വ്യത്യാസമാണ്. ബേസിക് ആയിട്ട് ഈ സൗണ്ട്സ് ഡിസ്റ്റിങ്ക്യൂഷ് ചെയ്യാനുള്ള, അതായത് ടെൻഡൻസി ടു പെർസീവ് എസ് ഐഡൻറ്റിക്കൽ റേഞ്ച് സൗണ്ട്സ് ദാറ്റ് ബിലോങ് ടു ദ സെയിം ഫോണമിക് ക്ലാസ്, ഇങ്ങനെ ഒരേ ബേസിക് സൗണ്ട്സ് ആയിട്ട് റെക്കഗ്നൈസ് ചെയ്യാനുള്ള നമ്മുടെ ടെൻഡൻസിക്ക് പറയുന്ന പേരാണ് കാറ്റഗോറിക്കൽ സ്പീച്ച് പെർസെപ്ഷൻ. എന്ന് പറഞ്ഞാൽ എന്താണ്? കാറ്റഗറീസ്, ഒരേ ഗ്രൂപ്പിനെയാണല്ലോ നമ്മൾ കാറ്റഗറി എന്ന് പറയുന്നത്. അപ്പം ഒരേ കാറ്റഗറിയിൽ ഈ ഫോണിംസിനെ പെടുത്താനുള്ള നമ്മുടെ ആ ഒരു ടെൻഡൻസിക്ക് പറയുന്ന പേരാണ് കാറ്റഗോറിക്കൽ. ഒരേ വാക്കുകൾ നമ്മൾ ഒരുമിച്ചല്ലേ നമുക്ക് പെട്ടെന്ന് നമുക്ക് സൗണ്ട്സ് മനസ്സിലാവത്തില്ല. ഇപ്പം എന്താണിപ്പോൾ പറയുന്നത്? ബാറ്റ്, ബട്ട്, അല്ല എന്താ, ഇപ്പം എനിക്കൊന്നും കിട്ടുന്നില്ലല്ലോ പിള്ളേരെ, നിങ്ങൾക്ക് മനസ്സിലായോ? അതായത് സൗണ്ട്സ് ഇപ്പം ടാറ്റ, ടാറ്റ രണ്ടും ഒരേ വാക്കുകൾ തന്നെയാണ്. ടാറ്റ പോലെ എന്താണുള്ളത്? ടാറ്റ, ദാദ, അങ്ങനെയുള്ള വാക്കുകൾ എന്നുള്ള സൗണ്ട്സ് ഇല്ലേ. അപ്പം ഇതുപോലെ ഒരേ ടൈപ്പ് സൗണ്ട്സ് എല്ലാം ഒരേ കാറ്റഗറിയിൽ പെടുത്തുന്ന നമ്മുടെ ടെൻഡൻസിക്ക് പറയുന്ന പേരാണ് കാറ്റഗോറിക്കൽ സ്പീച്ച് പെർസെപ്ഷൻ. ന്യൂ ബോൺസ് ലൈക്ക് അഡൽട്സ് ആർ കേപ്പബിൾ ഓഫ് ഇറ്റ്. ഈവൻ പിള്ളേർക്ക് പോലും ഈ കാറ്റഗറൈസേഷൻ അവർക്ക് ചെയ്യും എന്നാണ് പറയുന്നത്. ആൻഡ് ഹ്യൂമൻസ് ആസ് വെൽ ആസ് പ്രിമിറ്റീവ്സ്. അപ്പം ഈ കഴിവ് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് മാത്രമല്ല, ഈവൻ പ്രിമിറ്റീവുള്ള, നമ്മൾ പണ്ട് പറഞ്ഞില്ലേ ലാംഗ്വേജ് ആനിമൽസിനെ വരെ പഠിപ്പിക്കാം. ബൊണാസോ ചിമ്പാൻസി, കാൻസി എന്ന് പറയുന്ന ഒരു ചിമ്പാൻസീനെ വരെ ഗ്രാമർ പഠിപ്പിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. അപ്പം അതുപോലെ ഫോണിംസ്. അപ്പോൾ ഈ പോയിൻ്റ് പ്രീ ലിംഗ്വിസ്റ്റിക് പറയുമ്പോൾ നിങ്ങൾ ഇൻട്രൊഡക്ഷനിൽ പറയുക, കുഞ്ഞു പിള്ളേർക്ക് വരെ, അതായത് ഭാഷ പ്രയോഗിക്കാനുള്ള ഒരു ബേസിക് ടെൻഡൻസി ഉണ്ട് അവർക്ക്. ചെറുപ്പത്തിൽ തന്നെ അവർക്ക് ആ ഭാഷ ദേ വിൽ റിയാക്ട് ടു ദ ലാംഗ്വേജ്. അതിന് എക്സാമ്പിളാണ് ഹൈലി പിച്ച്ഡ് ആയിട്ടുള്ള വോയിസും അമ്മയുടെ വോയിസിനെയൊക്കെ കൊച്ചു റെക്കഗ്നൈസ് ചെയ്യുന്നത്. പിള്ളേർ ആദ്യം പഠിക്കുന്നതാണ് ഫോണിംസ് ആണ് പഠിക്കുന്നത്. ആ ബേസിക് ഒരുപോലെയുള്ള ഫോണിംസിനെ കാറ്റഗറൈസ് ചെയ്യാനുള്ള നമ്മുടെ ടെൻഡൻസിക്ക് പറയുന്ന പേരാണ് കാറ്റഗോറിക്കൽ സ്പീച്ച് പെർസെപ്ഷൻ. ആൻഡ് these findings indicate that categorical perception is not unique to linguistic input, rather it is a property of the auditory system. അപ്പോൾ ഇത് നമ്മൾ ലാംഗ്വേജ് പഠിക്കുന്നത് കൊണ്ടോ അല്ലെങ്കിൽ നമുക്ക് ആ ലാംഗ്വേജ് എബിലിറ്റി ഉള്ളത് കൊണ്ടോ അല്ല നമ്മളിതിനെ ഗ്രൂപ്പ് ചെയ്യുന്നത്. നമ്മുടെ ഓഡിറ്ററി സിസ്റ്റത്തിൻ്റെ ഒരു പ്രോപ്പർട്ടിയാണ് ഈ ഒരേപോലത്തെ ശബ്ദങ്ങളെ കാറ്റഗറൈസ് ചെയ്യാൻ സഹായിക്കുന്നത്. ഓക്കെ, young infants are sensitive to a much wider range of speech categories than exist in their own language. ഇപ്പോൾ പറയുന്നത് പിള്ളേർക്ക് ഭയങ്കര ഒത്തിരി കഴിവുണ്ട്. നമ്മുടെ ഇംഗ്ലീഷ്. ഇപ്പം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, കുട്ടികളെ ബേസിക്കലി ചെറുപ്പം തൊട്ടേ ഒത്തിരി ലാംഗ്വേജ് പഠിപ്പിക്കുന്നത് നല്ലതാണെന്ന് പറഞ്ഞാൽ അവർക്ക് അത്രയും റിസെപ്റ്റിവിറ്റി അവർക്ക് കൂടുതലായിരിക്കും. അതുകൊണ്ട് തന്നെ സെൻസിറ്റിവിറ്റി ഉള്ള സമയത്ത് നമ്മൾ അവരെ ഒത്തിരി കാര്യങ്ങൾ പഠിപ്പിച്ച് അവർക്ക് പെട്ടെന്ന് പഠിക്കാൻ പറ്റുമെന്നാണ് പറയുന്നത്. പക്ഷേ ഞാൻ പത്തറ്റിക്കലി ഫെയിൽ ആയിട്ടുണ്ട്. ബിക്കോസ് ഞാൻ ഇംഗ്ലീഷ് പറഞ്ഞിട്ട് പോലും മാണിക്ക് ഭയങ്കര അവോഷണം. ഇനി എൻ്റെ ഇംഗ്ലീഷ് അങ്ങനെ ആയതുകൊണ്ടാണോ എന്ന് എനിക്കറിയില്ല. ബട്ട് ഹീ ഈസ് നോട്ട് ദാറ്റ് വെരി അക്സെപ്റ്റബിൾ ടുവേർഡ്സ് ഇംഗ്ലീഷ് ലാംഗ്വേജ്. അവന് മലയാളം തന്നെയാണ് അവനിഷ്ടം.
അപ്പം പക്ഷേ ഇവിടെ പറയുന്നത് പിള്ളേർക്ക് വൈഡ് റേഞ്ച് ഓഫ് സ്പീച്ച് കാറ്റഗറീസ് അവർ സെൻസിറ്റീവ് ആണെന്നാണ് പറഞ്ഞത്. ആസ് ദേ ലിസൺ ആക്റ്റീവ്ലി ടു ദ ടോക്ക് ഓഫ് പീപ്പിൾ അറൗണ്ട് ദം, ദേ ഫോക്കസ് ഓൺ ദ മീനിങ് സൗണ്ട് വൈബ്രേഷൻസ്. അപ്പോൾ പിള്ളേർ പറയുന്നതിൻ്റെ അർത്ഥം, അതായത് പിള്ളേർ സംസാരിക്കുന്നതിന് അർത്ഥം മനസ്സിലാക്കും എന്നാണ് സ്റ്റഡീസ് പറയുന്നത്. ഇതെല്ലാം റിസർച്ചിനെ ബേസ് ചെയ്തിട്ടാട്ടോ ഇതൊക്കെ പറയുന്നത്. ബിറ്റ്വീൻ 6 to 8 months, അതായത് 6 തൊട്ട് 8 മാസം വരെ ദേ സ്റ്റാർട്ട് ടു ഓർഗനൈസ് സ്പീച്ച് ഇൻ ടു ഫോണമിക് കാറ്റഗറീസ് ഓഫ് ദെയർ ഓൺ ലാംഗ്വേജ്. അപ്പം 6 തൊട്ട് 8 വയസ്സ് ഇതൊക്കെ നിങ്ങൾ ലെക്ചർ നോട്ട്സിൽ എഴുതി വെക്കണം, ഇല്ലെങ്കിൽ പിന്നെ ഇതൊക്കെ പഠിച്ചു വരാൻ പാടായിരിക്കും കേട്ടോ. അപ്പം ആദ്യത്തെ പോയിന്റ് നമ്മൾ എന്താ പറഞ്ഞത്, നേറ്റീവ് ലാംഗ്വേജിൽ ഫോണിംസ് ആണ് പഠിക്കുന്നത്, കാറ്റഗറി സ്പീച്ച് പെർസെപ്ഷൻ ആണെന്ന് പറഞ്ഞു. കാറ്റഗറി സ്പീച്ച് പെർസെപ്ഷൻ ലാംഗ്വേജിൻ്റെ മാത്രം പ്രത്യേകതയിൽ അത് ഓഡിറ്ററി സിസ്റ്റത്തിൻ്റെ പ്രത്യേകതയാണ്. പിള്ളേർക്ക് കുറേ ടൈപ്പ് ഓഫ് വൈഡ് റേഞ്ച് ഓഫ് സ്പീച്ച് കാറ്റഗറീസ് അവർക്ക് ഉണ്ടാക്കാനുള്ള കേപ്പബിലിറ്റി ഉണ്ട്. അതുപോലെ തന്നെ 6 തൊട്ട് 8 മാസത്തിനുള്ളിൽ തന്നെ അവരത് ഓർഗനൈസ് ചെയ്യും, ഓരോ കാറ്റഗറീസ് ആയിട്ട് അവർക്ക് ഓർഗനൈസ് ചെയ്യും. ദാറ്റ് ഈസ് ദേ സ്റ്റോപ്പ് അറ്റൻഡിങ് ടു സൗണ്ട്സ് ദാറ്റ് വിൽ നോട്ട് ബി യൂസ്ഫുൾ ഇൻ മാസ്റ്ററിങ് ദെയർ നേറ്റീവ് ലാംഗ്വേജ് ഓർ ഇൻ കേസ് ഓഫ് ബൈലിംഗ്വൽ എക്സ്പോഷർ സൗണ്ട്സ് നോട്ട് പാർട്ട് ഓഫ്. അതായത് ഇവിടെ പറയുന്നത് 6 തൊട്ട് 8 മാസം വരെ അല്ലെങ്കിൽ 8 മാസത്തിൻ്റെ ഇടയ്ക്ക് അവരുടെ നേറ്റീവ് ലാംഗ്വേജ്, അവർ ഫെമിലിയർ ആയിട്ടുള്ള സൗണ്ട്സിനെ മാത്രം അവർ കേൾക്കാനും അല്ലാത്തതിനെ കളയാനുമുള്ള ഒരു ആറ്റിറ്റ്യൂഡ് അവർക്കുണ്ടാവും. ചിലപ്പോൾ അതുകൊണ്ടായിരിക്കും കേട്ടോ 6 തൊട്ട് 8 മാസത്തിൻ്റെ ഇടയ്ക്കൊന്നും ഞാൻ മാണിയോട് ഇംഗ്ലീഷൊന്നും പറഞ്ഞിട്ടില്ല. ചിലപ്പോൾ അതുകൊണ്ടായിരിക്കും അവനിപ്പം അവൻ അതിനെ മാറ്റിക്കളയും. ഇംഗ്ലീഷ് കേൾക്കുമ്പോൾ ഹീസ് നോട്ട് വില്ലിങ് ടു റിസീവ് ദാറ്റ്. അപ്പം ഈ ഈ സ്പീച്ച് കാറ്റഗറീസ് ഫോം ചെയ്യുന്നത് 6 to 8 monthsലാണ്. അവിടെ അവർക്ക് അവരുടെ നേറ്റീവ് ലാംഗ്വേജിനെ ഐഡൻറ്റിഫൈ ചെയ്യാനും നേറ്റീവ് അല്ലാത്ത ലാംഗ്വേജിനെ അവർ തള്ളിക്കളയാനും ഉള്ളൊരു ടെൻഡൻസി കാണിക്കും. ഇൻട്രസ്റ്റിംഗ്ലി വിഷ്വൽ ലാംഗ്വേജ് ഡിസ്ക്രിമിനേഷൻ ബൈ മോണിറ്ററിങ്, അതിൽ തന്നെ പിള്ളേർക്ക് ഒരു വിഷ്വൽ ലാംഗ്വേജ് ഡിസ്ക്രിമിനേഷൻ എന്നൊരു കേപ്പബിലിറ്റിയും കൂടെ ഉണ്ടെന്നാണ് പറയുന്നത്. അതായത് നമ്മുടെ ഫേസും ലിപ്പ് മൂവ്മെൻറ്റ്സ്, ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ, പിള്ളേർ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, കുഞ്ഞു പിള്ളേരെ നിങ്ങൾ ഒബ്സർവ് ചെയ്താൽ മതി, അവർ നിങ്ങളുടെ കണ്ണിലേക്കും മൂക്കിലേക്കും ഒന്നുമല്ല നോക്കുന്നത്. അല്ല പിന്നെ അത്രയും ഇപ്പം നിങ്ങളൊരു ജോക്കറിനെ പോലത്തെ സാധനമൊക്കെ മൂക്കിൽ വെച്ചിട്ട് പോയാൽ പിള്ളേർ മൂക്കിൽ നോക്കും. ഇല്ലെങ്കിൽ നമ്മൾ സംസാരിക്കുമ്പോൾ പിള്ളേർ നോക്കുന്നത് നമ്മുടെ വായിലേക്കാണ്, നമ്മുടെ ലിപ്പാണ് മൂവ് ആവുന്നത്. അതുപോലെ തന്നെ ഫേസിലേക്ക് ജനറൽ, ബിക്കോസ് അത്രയും നമ്മൾ ആക്ഷൻസൊക്കെ കാണിച്ചിട്ടാണ് പറയുന്നതെങ്കിൽ പിള്ളേർ നമ്മുടെ ഫേസിലേക്ക് നോക്കും, ഇല്ലെങ്കിൽ പിന്നെ നോക്കുന്നത് ലിപ്പിലേക്കാണ്. സോ ഇതവർ കാണിക്കും, ഈ വിഷ്വൽ ലാംഗ്വേജിലുള്ള ഡിസ്ക്രിമിനേഷൻ അവർ കാണിക്കുമെന്നാണ് പറയുന്നത്. അവർക്ക് മനസ്സിലാവുന്നത് നമ്മുടെ ആക്ഷൻസിലൂടെയാണ്. അറ്റ് 4 to 6 months ഇൻഫൻസ് ക്യാൻ ഡിസ്റ്റിങ്ക്വിഷ് ദെയർ നേറ്റീവ് ലാംഗ്വേജ്. അപ്പം ഞാൻ നിങ്ങളോട് ഓൾറെഡി ഇവിടെ പറഞ്ഞു 6 to 8 months അവർക്ക് ഫോണമിക് കാറ്റഗറീസ് ആയിട്ട് അവരുടെ ഭാഷയിലുള്ളത് അവർക്ക് മനസ്സിലാവുകയും ചെയ്യും, അല്ലാത്തത് അവർക്ക് മനസ്സിലാവുകയും ചെയ്യും, അവരതിനെ തള്ളിക്കളയുകയും ചെയ്യും. 4 to 6 months അവർക്ക് അവരുടെ ഭാഷ മനസ്സിലാകും. എന്നുവെച്ചാൽ സ്റ്റഡീസ് പറയുന്നത് ഇപ്പം മലയാളമാണെങ്കിൽ മലയാളം കേൾക്കുമ്പോൾ കൊച്ചത് ഐഡൻറ്റിഫൈ ചെയ്യും, മലയാളം കേൾക്കാത്തതിനെ മലയാളം അല്ലാത്തൊരു ഭാഷേനെ അവർ ഡിസ്കാർഡ് ചെയ്യും എന്നാണ് പറയുന്നത്. ആൻഡ് അതേസമയം നമുക്ക് ബൈലിംഗ്വൽ എന്ന് പറഞ്ഞാൽ എന്താ, 2 ഭാഷ പഠിപ്പിക്കുന്നതാണ് ബൈലിംഗ്വൽ. അറ്റ് 8 months however ഇംഗ്ലീഷ് ലേണിംഗ് ഇൻഫൻസ് നോ ലോങ്ങർ മേക്ക് ദിസ് വിഷ്വൽ ഡിസ്റ്റിങ്ഷൻ ബട്ട് 8 months ഓൾഡ് ഫ്രം അതായത് ഇത് സ്റ്റഡീസ് ആട്ടോ പറയുന്നത്, ഇതിൽ നിങ്ങൾ വലിയ കാര്യമാക്കണ്ട. സ്റ്റഡീസ് പറയുന്നത് ബൈലിംഗ്വൽ ഹോംസ് കണ്ടിന്യൂ ടു അതായത് 2 പഠിപ്പിക്കുന്നവർക്ക് 2ഉം തമ്മിൽ മാറ്റാൻ, അതായത് ഇപ്പം ഞാൻ ഇംഗ്ലീഷും മലയാളവും ഒരേ സമയം ഞാൻ എൻ്റെ കൊച്ചിൻ്റെ അടുത്ത് പ്രയോഗിച്ചാൽ 8 മാസം ആകുമ്പോഴത്തേനും അവന് ഇംഗ്ലീഷും മലയാളവും തമ്മിൽ, ഇംഗ്ലീഷിൻ്റെ വാക്കുകളും മലയാളത്തിൻ്റെ വാക്കുകളും അവന് സെപ്പറേറ്റ് ചെയ്ത് അല്ലെങ്കിൽ അത് 2ഉം ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുമെന്നാണ് സ്റ്റഡീസ് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഷോർട്ട് എന്താണ്, 6 മാസം ആകുമ്പോഴത്തേനും അല്ലെ 4 തൊട്ട് 6 മാസം ആകുമ്പോഴത്തേനും കൊച്ചിന് അമ്മയുടെ ലാംഗ്വേജ് അല്ലെങ്കിൽ കൊച്ചിൻ്റെ നേറ്റീവ് ലാംഗ്വേജ് മനസ്സിലാകും. 8 മാസം ആകുമ്പോഴത്തേനും നേറ്റീവ് ലാംഗ്വേജിനെയും അതർ ലാംഗ്വേജിനെയും തമ്മിൽ ഡിസ്റ്റിങ്ക്വിഷ് ചെയ്യാനുള്ള ഒരു കഴിവും പിള്ളേർക്ക് കിട്ടും. ആൻഡ് ആസ് ഓൾഡർ ഇൻഫൻസ് ഫോക്കസ് ഇൻറ്റൻറ്റ്ലി ഓൺ ലാംഗ്വേജ് റെഗുലാരിറ്റീസ് ദേ സൂൺ ഫോക്കസ് ഫെമിലിയർ വേർഡ്സ് ഇൻ സ്പോക്കൺ ലാംഗ്വേജ്. അപ്പോൾ അതിൽ നമ്മൾ പറയുന്നത് പിള്ളേർക്ക് ഇങ്ങനെ ലാംഗ്വേജ് പഠിക്കുന്നത് കൊണ്ട് തന്നെ അവർക്ക് ഫെമിലിയർ ലാംഗ്വേജിനെ തിരിച്ചറിയാൻ, അതായത് നമ്മുടെ അമ്മമാർ യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ വീട്ടിൽ ഏത് ഭാഷയാണോ യൂസ് ചെയ്യുന്നത് അതിനകത്തെ
പ്രത്യേകതകൾ തിരിച്ചറിയാൻ. അതാണ് ഞാൻ പറഞ്ഞത്. ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, ഇപ്പം നോ എന്ന് പറയുന്ന വാക്ക് കൊച്ചു ഫെമിലിയർ ആണെങ്കിൽ നോ ബേബി എന്ന് പറയുന്നത് നോ ബേബി എന്ന് പറയുന്നതിൻ്റെയും ഡിഫറൻസ് ആ കൊച്ചിന് മനസ്സിലാകും. ഇപ്പം ലാംഗ്വേജിലെ റെഗുലാരിറ്റീസും അതിൻ്റെ ആ എന്താ പറയുന്നത് അത് കുട്ടികൾക്ക് ശരിക്കും മനസ്സിലാകും, ആ ഒരു കഴിവ്. They also extend their sensitivity to speech structures to individual words using phoneme sequence and stress pattern. A 7-month-old can distinguish sounds that typically begin words from those that do not. അപ്പോൾ ഇവിടെ പറയുന്നത് 7 months ആകുമ്പോൾ തന്നെ കുട്ടികൾക്ക് എന്താണ് ഈ ഒരു ഡിസ്റ്റിങ്ക്യൂഷിങ് കപ്പാസിറ്റി, അതായത് ഫോണിംസിനെ തമ്മിൽ ഡിസ്റ്റിങ്ക്യൂഷ് ചെയ്യാനുള്ളൊരു കപ്പാസിറ്റി ഉണ്ടാകും. ഇൻ ദ സെക്കൻഡ് ഹാഫ് ഓഫ് ദ ഫസ്റ്റ് ഇയർ എന്ന് പറഞ്ഞാൽ എന്താണ്, 6 മാസം, അതാണ് ഉദ്ദേശിക്കുന്നത്. ഇൻ ദ സെക്കൻഡ് ഹാഫ് ഓഫ് ദ ഫസ്റ്റ് ഇയർ ഇൻഫൻസ് ഹാവ് ബിഗാൻ ടു ഡിറ്റക്ട് ദ ഇൻറ്റേർണൽ സ്ട്രക്ചർ ഓഫ് സെൻറ്റൻസസ് ആൻഡ് വേർഡ്സ്. ഇതൊക്കെ സ്റ്റഡീസ് പറയുന്നതാണ്. കുട്ടികൾ ശരിക്കും ഇങ്ങനെ ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്ക് ഉത്തരമില്ല. അപ്പം ഭാഷയുടെ തന്നെ ഇൻറ്റേർണൽ സ്ട്രക്ചേഴ്സ്, അതായത് ഗ്രാമറൊക്കെ മനസ്സിലാക്കാൻ പറ്റുമെന്നാണ് സ്റ്റഡീസ് പറയുന്നത്. ഇവിടെ നമ്മൾ പറഞ്ഞു ചിൽഡ്രൻ എന്താണ് സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസേഴ്സ് ആണെന്ന് പറഞ്ഞു. എന്താണോ കേൾക്കുന്നത് അതാണ് അവർ പഠിക്കുന്നത്. ആൻഡ് റിസർച്ച് സജസ്റ്റ് ദാറ്റ് ഇൻഫൻസ് ഫസ്റ്റ് യൂസ് ദി സ്റ്റാറ്റിസ്റ്റിക്കൽ ലേണിംഗ് എബിലിറ്റീസ് ടു ലൊക്കേറ്റ് വേർഡ്സ് ഇൻ ദ സ്പീച്ച്. ദെൻ ദേ ഫോക്കസ് ഓൺ ദ വേർഡ്സ് റിറ്റൈനിങ് റെഗുലർ പാറ്റേൺസ്. അപ്പോൾ ആദ്യം പിള്ളേർ സ്റ്റാറ്റിസ്റ്റിക്കൽ അനലൈസേഴ്സ് ആകും, കേൾക്കുന്നതാണ് പഠിക്കുന്നത്. പിന്നെയാണ് അവർ റൂൾസ് ഉണ്ടാക്കുന്നത്, ഗ്രാമർ പഠിക്കുന്നത്. മനസ്സിലായോ? അതായത് ഓരോ റിപ്പീറ്റഡ് ആയിട്ട് ഇപ്പം എന്താ പറയുന്നത്, ഭക്ഷണം കഴിച്ചോ, അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കുന്നു, അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കണോ എന്നൊക്കെ ചോദിക്കുമ്പോഴാണ് കൊച്ചിന് മനസ്സിലാകുന്നത് ഓക്കെ ഓരോന്നിനും ഓരോന്നാണ്, അല്ലെങ്കിൽ എന്താ പറയുന്നത് പാസ്റ്റ് ടെൻസിന് ഇന്നത് ചോദിക്കണം, പ്രസൻറ്റ് ടെൻസിന് ഇങ്ങനെ പറയണം എന്ന് കൊച്ചു പഠിക്കുന്നത് പിന്നീടാണ്. മനസ്സിലായോ? ആദ്യം പഠിക്കുന്നത് എന്താ, ഫോണിംസ് ആണ് പഠിക്കുന്നത്. അതിനെ കാറ്റഗറൈസ് ചെയ്യാൻ പഠിക്കും. പിന്നെ കാറ്റഗറീസിൽ തന്നെ നേറ്റീവ് പഠിക്കും. പിന്നെ എന്താണ് പഠിക്കുന്നത്, മറ്റുള്ള ലാംഗ്വേജിനെ തമ്മിൽ ഡിസ്റ്റിങ്ക്യൂഷ് ചെയ്യാൻ പഠിക്കും. അത് കഴിയുമ്പോൾ പിള്ളേർ സ്റ്റാറ്റിസ്റ്റിക്കൽ അനലൈസേഴ്സ് ആകുമ്പോൾ ഒരു വാക്കുകൾ പഠിക്കും. വാക്കുകൾ പഠിച്ചതിന് ശേഷമാണ് അവരെന്ത് ചെയ്യുന്നത്, ഈ മീനിങ് ഫുൾ സ്റ്റാറ്റിസ്റ്റിക്കലി അവരെന്ത് ചെയ്യുന്നത്, സ്പീച്ച് വേർഡ്സ് എവിടെ ഓരോന്ന് പ്ലേസ് ചെയ്യണമെന്ന് അവർക്ക് മനസ്സിലാവുന്നത്. അതിനെയാണ് അവർ റൂൾ ലേണേഴ്സ് എന്ന് പറയുന്നത്. അവിടെ തൊട്ടാണ് അവർക്ക് ആ ഒരു എന്താ പറയുന്നത്, ആ ഒരു റൂൾ, ഓരോ ഭാഷയ്ക്കും ഓരോന്ന് എന്താ പറയുന്നത് പാസ്റ്റ് ടെൻസും പ്രസൻറ്റ് ടെൻസും ഒക്കെ വെച്ച്, അല്ലെങ്കിൽ എവിടെ ഓരോ വാക്കുകൾ പ്രയോഗിക്കണം എന്നുള്ള ഒരു അറിവ് അവർക്ക് കിട്ടുന്നത്. അറ്റ് 7 months ഇതൊക്കെ സ്റ്റഡീസ് ആട്ടോ പറയുന്നത്. പിള്ളേർക്ക് ABA ഫ്രം ABB, നിങ്ങൾക്കറിയാമോ ABA പാറ്റേണും ABB പാറ്റേണും എന്താണ്? ABA എന്ന് പറഞ്ഞാൽ ഡിസ്ട്രാക്ഷൻ വിത്തൗട്ട് ഡിസ്ട്രാക്ഷൻ വിത്ത് ഡിസ്ട്രാക്ഷൻ, അതാണ് ABA. ആദ്യം ഒന്ന് കൊടുത്തു, പിന്നെ മാറ്റം കൊടുത്തു, പിന്നെ ആദ്യം കൊടുത്തു, അതാണ് ABA പറയണത്. ABB എന്ന് പറഞ്ഞാൽ എന്താ, ആദ്യം ഒന്ന് കൊടുത്തു, രണ്ടാമത് വേറെ ഒന്ന് കൊടുത്തു, പിന്നെ പിന്നെ ഒന്നുകൂടെ വേറെ ഒന്ന് കൊടുക്കുന്നതാണ്. അപ്പം ഇങ്ങനത്തെ പാറ്റേൺ ABAയും ABBയും ഒക്കെ തിരിച്ചറിയാനുള്ളൊരു കപ്പാസിറ്റി 7 മാസമുള്ള കുട്ടികൾക്കുണ്ടാവും എന്നാണ് പറയുന്നത്. ആൻഡ് ക്ലിയർലി ഇൻഫൻസ് അക്വയർ എ ഗ്രേറ്റ് ഡീൽ ഓഫ് ലാംഗ്വേജ് സ്പെസിഫിക് നോളജ് ബിഫോർ ദേ സ്റ്റാർട്ട് ടു ടോക്ക് അറൗണ്ട് 12 months. അപ്പം നിങ്ങൾ ആദ്യം ഓർക്കേണ്ടത്, ആദ്യത്തെ വാക്ക് സാധാരണ പിള്ളേർ പറയണത് 1 വയസ്സിൽ പിള്ളേർ ഒരു വാക്കും ഒക്കെ പറയുമെന്നാണ് പറയുന്നത്. അപ്പം പിള്ളേർ ലാംഗ്വേജ് പറയുന്നതിന് മുൻപ് തന്നെ അവർക്ക് ലാംഗ്വേജിനെ കുറിച്ചുള്ള കുറച്ച് ബേസിക് കാര്യങ്ങൾ കിട്ടിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഓക്കെ, എന്നുവെച്ചാൽ ലാംഗ്വേജ് പഠിക്കാനുള്ള ലാംഗ്വേജ് സ്പെസിഫിക് നോളജ് അവർ വർത്തമാനം പറയുന്നതിന് മുൻപ് തന്നെ കിട്ടിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് പ്രീ ലിംഗ്വിസ്റ്റിക്കിനകത്ത് കുറച്ചധികം പോയിൻറ്റ്സ് വരുന്നുണ്ട്. പിള്ളേർക്ക് ദേ ആർ ഗെറ്റിംഗ് റെഡി ടു ലാംഗ്വേജ് ആണെന്ന് പറയുന്നു, റിസെപ്റ്റിവിറ്റി ടു ലാംഗ്വേജ് പറയുന്നു, നേറ്റീവ് ലാംഗ്വേജിൻ്റെ സൗണ്ട്സും അതിൻ്റെ കാറ്റഗറീസും അതിൻ്റെ പാറ്റേൺസും ഉണ്ടെന്ന് പറയുന്നു, അത് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുമെന്ന് പറയുന്നു. അതിനകത്താണ് ഇതെല്ലാം വരുന്നത്. നെക്സ്റ്റാണ് IDS അല്ലെങ്കിൽ CDS. പണ്ടത്തെ ബുക്കിൽ CDS എന്നും ഇപ്പോഴത്തെ ബുക്കിൽ IDS എന്നും പറയും. ഇൻഫൻറ്റ് ഡിറക്റ്റഡ് സ്പീച്ചും ചൈൽഡ് ഡിറക്റ്റഡ് സ്പീച്ചും. എന്താണ്? സിമ്പിളാണ്. എന്തായിരിക്കും? നമ്മൾ പിള്ളേരോട് സംസാരിക്കുന്നത് എങ്ങനെയാണ്? അതെ കുട്ടികളെ വരൂ എന്നൊക്കെ പറഞ്ഞിട്ടാണ്, അല്ലെ? നിങ്ങളോട് പോലും അങ്ങനെയല്ല. എങ്ങനെയാണ് സംസാരിക്കുന്നത്? അച്ചോ, വാവേ, അമ്മ എന്നൊക്കെ പറഞ്ഞ് നമ്മളൊരു പ്രത്യേക ട്യൂണിലും
എംഫസൈസ് കൊടുത്തിട്ട്, ഇപ്പോൾ ഒരു കൊച്ചിനെ ഞാനിപ്പോൾ ബോൾ പഠിപ്പിക്കുന്നത് എങ്ങനെയാണെന്നറിയാമോ? എങ്ങനെയാണ് നമ്മൾ പറയുക? അതുണ്ടല്ലോ ഇത് ബോൾ, ഇതെന്താണ് ഇങ്ങനെ പിള്ളേർക്ക് മനസ്സിലാവുന്ന ഒരു സ്പെഷ്യൽ, അതാണ് ഇൻഫൻറ്റ് ഡിറക്റ്റഡ് സ്പീച്ച് അല്ലെങ്കിൽ ചൈൽഡ് ഡിറക്റ്റഡ് സ്പീച്ച്. എ ഫോം ഓഫ് കമ്മ്യൂണിക്കേഷൻ മെയ്ഡ് ഓഫ് ഷോർട്ട് സെൻറ്റൻസസ്, ഹൈ പിച്ച്ഡ് ആയിട്ട്, എക്സാജറേറ്റഡ് എക്സ്പ്രഷനായിട്ട്, ക്ലിയർ പ്രൊനൗൺസിയേഷൻ. ചിലപ്പോൾ നിങ്ങളെ ഞാൻ പഠിപ്പിക്കുന്നത് ഈ ഐഡിയാസ് പോലെ, ശ്രദ്ധിച്ചിട്ടില്ലേ? ഇമ്പോർട്ടൻ്റ് ആകുമ്പോൾ ഞാനിങ്ങനെ സ്ട്രെസ് ചെയ്ത് പറയും, അല്ലാത്തപ്പോൾ ഞാനെങ്ങനെ ചെയ്യും, ഇങ്ങനെ എന്താ പറയുന്നത്, എക്സ്പ്രഷനൊക്കെ കൊടുത്തു പറയും. ഞാനിവിടെ ഡാൻസ് കളിച്ചുകൊണ്ടാണ് പഠിപ്പിക്കുന്നത്, നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ. അപ്പോൾ എക്സ്പ്രഷൻ കൊടുക്കും. പിന്നെ എന്താണ്, ഓരോ വാക്കുകളും തമ്മിൽ പറയുമ്പോൾ ഇങ്ങനെ ഓരോന്നും തമ്മിൽ ഡിസ്റ്റൻറ്റ് പോസ് കൊടുത്തിട്ട് പറയും. ഇതൊക്കെ എന്താണ് ഇൻഫൻറ്റ് ഡിറക്റ്റഡ് സ്പീച്ച് അല്ലെങ്കിൽ ചൈൽഡ് ഡിറക്റ്റഡ് സ്പീച്ചാണ്. Parents do not seem to be deliberately trying to teach infants to talk when they use ideas. Many of others, ശരിക്കും പറഞ്ഞാൽ ഇത് സംസാരിക്കുമ്പോൾ പിള്ളേർ പഠിക്കാൻ വേണ്ടിയിട്ടൊന്നുമല്ല, നോർമലി നമ്മൾ അറിയാതെ തന്നെ ഐഡിയസിലാണ് ഒരു കൊച്ചിനോട് നമ്മൾ സംസാരിക്കുന്നത്. ആൻഡ് ഐഡിയസ് എന്താ? ഇൻഫൻറ്റ് ഡിറക്റ്റഡ് സ്പീച്ച്, ഇൻഫൻറ്റിനോട് കൊടുക്കുന്ന സ്പീച്ച്. ഇൻഫൻറ്റ് ഡിറക്റ്റഡ് സ്പീച്ച് പ്രോബബിളി അറൈസസ് ഫ്രം അഡൽട്ട്സ് ഡിസയർ ടു ഹോൾഡ് ബേബീസ് അറ്റൻഷൻ. അപ്പം എന്തിനാണിത് പറയുന്നതെന്ന് ചോദിച്ചാൽ പിള്ളേർ നമ്മളെ ശ്രദ്ധിക്കാനും അവർക്ക് നമ്മൾ പറയുന്നത് മനസ്സിലാക്കാനും ഒക്കെയാണ് എന്ത് പറയണത്, ഈ ഐഡിയസ് നമ്മൾ കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ പിള്ളേർക്കും, നമ്മളിപ്പോൾ കുട്ടിയുടെ അടുത്ത് പോയിട്ട് മോൻ്റെ ചിരി കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ എന്ന് നമ്മൾ അങ്ങനെയാണോ നമ്മൾ പറയുന്നത്? അല്ല, അയ്യോ തക്കുടിൻ്റെ ചിരി കാണാൻ എന്ത് ഭംഗിയാ എന്നല്ലേ നമ്മൾ പറയുന്നത്. സോ ഇങ്ങനെ നമ്മൾ പറയുമ്പോൾ പിള്ളേരും അതാണ് എൻജോയ് ചെയ്യുന്നത് എന്നാണ് പറയുന്നത്. ഓക്കെ, ഇതിനെക്കുറിച്ച് നമുക്ക് ഇനിയും കുറേ ഉള്ളതുകൊണ്ട് ഒത്തിരി ടൈം ആയതുകൊണ്ട് മിസ് ഇപ്പോൾ ഇവിടെ നിർത്താം. നമുക്ക് ഒന്നോടെ മീഡിയസ് തൊട്ട് തുടങ്ങാം. ഓക്കെ.